7ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ 2022 നടന്ന വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. 100 മാർക്കാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചേർത്തി എഴുതാം. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുർസലുകൾ, വിവാഹം, നന്ദിയുള്ള ഖൽബ്, 10,000 കോടി, നബിചര്യ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആനിൻ്റെ വിശദീകരണമാണ് ഡാഷ്. അതിൻ്റെ ഉത്തരം നബിചര്യ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ വരച്ചു കാണിച്ചു ആര്? അതിൻ്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ വരച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം. പാഠത്തിൻ്റെ ആ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ, അമ്പിയാക്കളെക്കാൾ മഹോന്നതരാണ് ഡാഷ്. അതിൻ്റെ ഉത്തരം മുർസലുകൾ. അമ്പിയാക്കളെക്കാൾ മഹോന്നതരാണ് മുർസലുകൾ. മുർസലുകളെക്കാൾ അവരിൽ നിന്ന് ശ്രേഷ്ഠരാണ് ഊലുൽ അസ്മുകൾ. അവരെല്ലാവരേക്കാളും ഉത്കൃഷ്ടരാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പഠിച്ചു വെക്കണം. അമ്പിയാക്കളെക്കാൾ മഹോന്നതരാണ് മുർസലുകൾ, അവരിൽ നിന്ന് ശ്രേഷ്ഠരാണ് ഊലുൽ അസ്മുകൾ. നാലാമത്തെ, കുടുംബത്തിൻ്റെ തുടക്കം. അതിൻ്റെ ഉത്തരം വിവാഹം. അഞ്ചാമത്തെ, 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഇരുലോക നന്മ അവന് നൽകപ്പെട്ടു. അതിൽ ഒന്നാണ്. അതിൻ്റെ ഉത്തരം നന്ദിയുള്ള ഖൽബ്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? 1 നന്ദിയുള്ള ഖൽബ്, 2 ദിക്ർ ചൊല്ലുന്ന നാവ്, 3 ക്ഷമിക്കുന്ന ശരീരം, 4 അവളുടെ ശരീരത്തിലോ അവൻ്റെ സ്വത്തിലോ ഭർത്താവിനെ വഞ്ചിക്കാത്ത ഭാര്യ. അത് പഠിച്ചു വെക്കാം. മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം. അതിൻ്റെ ഉത്തരം 10,000 കോടി. ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു വെക്കാം. മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിന് സാധാരണ പള്ളികളിലെ 10,000 കോടി നിസ്കാരങ്ങളുടെയും മസ്ജിദുൻ നബവിയിലെ ഒരു നിസ്കാരത്തിന് 10 ലക്ഷം നിസ്കാരങ്ങളുടെയും മസ്ജിദുൽ അഖ്സായിലെ നിസ്കാരത്തിന് 1000 നിസ്കാരങ്ങളുടെയും പ്രതിഫലമുണ്ട്. അത് അതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ടെത്താം. 1 മിഅ്റാജ് രാവ്. മിഅ്റാജ് രാവ് റജബ് 27ാം രാവ്. അതിൻ്റെ കൂടെ രാവ് എന്ന് എഴുതണം, കാരണം മിഅ്റാജ് രാവ് എന്നാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് റജബ് 27ാം രാവ്. അടുത്തത് താസുആ ദിവസം. താസുആ ദിവസം മുഹറം 9. ഈ ദിവസങ്ങൾ പഠിച്ചു വെക്കാം. അയ്യാമു തശ്രീഖ്, ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾ. അറഫ ദിനം ദുൽഹിജ്ജ 9, താസുആ മുഹറം 9, ആഷൂറ മുഹറം 10, മിഅ്റാജ് രാവ് റജബ് 27, റജബ് 27ാം രാവ്, ബറാഅത്ത് രാവ് ഷഅബാൻ 15ാം രാവ്. അത് പഠിച്ചു വെക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കി വെച്ചു പോയ 2 കാര്യം. അതിൻ്റെ ഉത്തരം കിതാബുല്ലാഹ് വ സുന്നത്തു റസൂൽ. അതിൻ്റെ ഉത്തരം കിതാബുല്ലാഹി വ സുന്നത്തു റസൂൽ. അടുത്ത ക്വസ്റ്റ്യൻ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും സിറാത്തുൽ മുസ്തഖീമും പുതിയ തലമുറയ്ക്ക് കേരളത്തിൽ കാണിച്ചു കൊടുത്ത സംഘടന ഏത്? അതിൻ്റെ ഉത്തരം സമസ്ത. അതിൻ്റെ ഉത്തരം സമസ്ത. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നിത്യവും ദുആ ചെയ്യൽ വാജിബാണ്. ഏതു ദുആ? നിത്യവും ദുആ ചെയ്യൽ വാജിബാണ്. അതിൻ്റെ ഉത്തരം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് നിത്യവും നമ്മൾ 5 വക്ത് നിസ്കാരങ്ങളിലായി നിത്യവും 17 പ്രാവശ്യം നിർബന്ധമായി നാം നടത്തേണ്ടുന്ന ഒരു ദുആ ആണ്. അതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ആര് പറഞ്ഞു? ഒന്നാമത്തെ, മൻ വസ്വലക്കി വസ്വൽതുഹു വമൻ ഖതഅക്കി ഖതഅതുഹു. അതിൻ്റെ ഉത്തരം ആരാണത് പറഞ്ഞത്? അല്ലാഹു തആല. അതിൻ്റെ ഉത്തരം അല്ലാഹു തആല.
സിലത്തു റഹിം എന്നുള്ള പാഠത്തിൽ അള്ളാഹു താല റഹിമിനോട് പറഞ്ഞു, മൻ വസുലക്കി വസുൽത്തുഹു വമൻ കത്തോക്കി കത്തൽത്തുഹു. നിന്നെ ചേർത്തിയവനെ ഞാൻ ചേർക്കും, നിന്നെ മുറിച്ചവനെ ഞാൻ മുറിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ, അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കാനും അവർക്ക് ഗുണം ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ലേ? ആരാണത് പറഞ്ഞത്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതിൻ്റെ ഉത്തരം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അൽ ജീറാൻ എന്നുള്ള പാഠത്തിൽ, അയൽവാസികളെ പറ്റിയുള്ള പാഠത്തിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണിത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അവിടുന്ന് എൻ്റെ മേൽ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു എന്താകുന്നു? ആരാണിത് പറഞ്ഞത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം സുഫിയാൻ ബിനു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു. എപ്പോഴാണിത് പറഞ്ഞത്? ഒരിക്കൽ സുഫിയാൻ ബിനു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അവിടുന്ന് എൻ്റെ മേൽ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു എന്താണ്? അപ്പോൾ അവിടുത്തെ നാവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാകുന്നു. ഹിഫ്ലുൽ ലിസാൻ എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, നീ പറഞ്ഞ വാക്ക് സമുദ്രവെള്ളത്തിൽ കലർത്തിയാൽ ആ വെള്ളം പകർച്ചയാകും. ആരാണിത് പറഞ്ഞത് എന്നാണ് ക്വസ്റ്റ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് പറഞ്ഞത്. അതിൻ്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എപ്പോഴാണിത് പറഞ്ഞത്? ഒരിക്കൽ ആയിഷ ബീവി നബിയോട് പറഞ്ഞു, അവിടത്തേക്ക് കുള്ളത്തിയായ സൊഫിയ റളിയല്ലാഹു അൻഹ മതി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, നീ പറഞ്ഞ ആ വാക്ക് സമുദ്രവെള്ളത്തിൽ കലർത്തിയാൽ ആ വെള്ളം പകർച്ചയാകും. അത്രയും കഠിനമാണത്. അടുത്തത്, ഉത്തരം എഴുതാം. ഒന്നാമത്തെ, ഇസ്തിഗ്ഫാർ കൊണ്ട് നേടാം എന്ത്? അതിൻ്റെ ഉത്തരം ഇഹപര വിജയം. ഇസ്തിഗ്ഫാർ കൊണ്ട് ഇഹപര വിജയം നേടാൻ നമുക്ക് കഴിയും. രണ്ടാമത്തെ, മുഅ്മിനിൻ്റെ ആയുധമാണ് ഏത്? അതിൻ്റെ ഉത്തരം അദ്ദുആ. ദുആ മുഅ്മിനിൻ്റെ ആയുധമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി. പാഠത്തിൽ പഠിക്കാണ്ട് ദുആ മുഅ്മിനിൻ്റെ ആയുധമാണ്. ഇതിൻ്റെ ഉത്തരം ദുആ. മൂന്നാമത്തെ, ഉറങ്ങൽ ഉചിതമല്ലാത്ത സമയം ഏതെല്ലാം? ഉറങ്ങൽ ഉചിതമല്ലാത്ത സമയം ഏതെല്ലാം? അതിൻ്റെ ഉത്തരം ഫജർ വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും അസറിൻ്റെ ശേഷവും ഇശാഇന് മുമ്പും ഉറങ്ങരുത്. ഫജർ വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും അസറിൻ്റെ ശേഷവും ഇശാഇന് മുമ്പും. അതാണ് അതിൻ്റെ ഉത്തരം. നാലാമത്തെ, അത് കൽബിനെ കഠിനമാക്കും ഏത്? അതിൻ്റെ ഉത്തരം ദിക്ർ അല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ കൽബിനെ കഠിനമാക്കും. അഞ്ചാമത്തെ, ദുആ എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുക. ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, കുടുംബ ബന്ധം ചേർക്കുന്നവനുള്ള 2 ഗുണങ്ങൾ ഏതെല്ലാം? അതിൻ്റെ ഉത്തരം ആഹാരത്തിൽ സമൃദ്ധി, ആയുസ് നീളൽ. കുടുംബബന്ധം ചേർക്കുന്നവന് ഇരുലോകത്തും നിരവധി ഗുണങ്ങൾ ലഭിക്കും. ആഹാരത്തിൽ സമൃദ്ധി ലഭിക്കണമെന്നും ആയുസ് ദീർഘിപ്പിക്കണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം പുലർത്തട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പാഠത്തിൻ്റെ ആ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത് ആഹാരത്തിൽ സമൃദ്ധി, ആയുസ് നീളൽ. അടുത്ത ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെയും മിൻബറിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിൻ്റെ പേര്? അതിൻ്റെ ഉത്തരം റൗളത്തു ഷരീഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെയും മിൻബറിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിൻ്റെ പേര്? അതിൻ്റെ ഉത്തരം റൗളത്തു ഷരീഫ.
നബി തങ്ങളുടെ ഖബറിൻ്റെയും മിൻബറിൻ്റെയും ഇടയിലുള്ള സ്ഥലം റൗളത്തു ഷെരീഫ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് സ്വർഗീയ ആരാമങ്ങളിൽ പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. പാഠത്തിൻ്റെ ആ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം റൗളത്തു ഷെരീഫ. 8ാമത്തെ ക്വസ്റ്റ്യൻ, സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? അതിൻ്റെ ഉത്തരം റളിയല്ലാഹു അൻഹു. 9, ഉറക്കം ഓർമ്മപ്പെടുത്തും എന്തിനെ? അതിൻ്റെ ഉത്തരം മരണത്തെയും പരലോക ജീവിതത്തെയും. 10ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും എപ്പോൾ? 1ാമത്തെ പാഠത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകുക. അതിൻ്റെ ഉത്തരം അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ്. അടുത്ത ക്വസ്റ്റ്യൻ 5ാമത്തെ, വ്യക്തമാക്കാം. അതിലൊന്നാമത്തെ ബറാഅത്ത് രാവ്. 1ാമത്തെ ക്വസ്റ്റ്യൻ ബറാഅത്ത് രാവ്. അതിൻ്റെ മുന്നേ ക്വസ്റ്റ്യൻ വന്നതിൽ ഉണ്ടായിരുന്നു അല്ലേ ഇങ്ങനത്തെ രാവുകൾ എഴുതാൻ. ബറാഅത്ത് രാവ്. അതിൻ്റെ ഉത്തരം ഷഅബാൻ 15ാം രാവ്. 2ാമത്തെ ക്വസ്റ്റ്യൻ, ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം. അതിൻ്റെ ഉത്തരം 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവ്. ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദർ. 3ാമത്തെ ക്വസ്റ്റ്യൻ, 4 മദ്ഹബുകൾ. 4 മദ്ഹബുകൾ എന്നുള്ളതിൻ്റെ ഉത്തരം ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി. അതുപോലെ തന്നെ 2 ത്വരീഖത്തുകളും പഠിക്കാണ്ട്, അശ്അരി, മാതുരീദി. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും പുണ്യമുള്ള പള്ളി. അതിൻ്റെ ഉത്തരം മസ്ജിദുൽ ഹറാം. ഏറ്റവും പുണ്യമുള്ളത് മസ്ജിദുൽ ഹറാമും തൊട്ടടുത്തത് മസ്ജിദുൽ നബവിയും ശേഷം മസ്ജിദുൽ അഖ്സയുമാണ്. അത് പഠിച്ചു വെക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു നിസ്കാരത്തിന് 1000 നിസ്കാരങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്ന പള്ളി. അതിൻ്റെ ഉത്തരം മസ്ജിദുൽ അഖ്സ. ഉത്തരം മസ്ജിദുൽ അഖ്സ. അടുത്തത് സാരം എഴുതാം. അർത്ഥം എഴുതാം. 1, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണിത് അല്ലേ. എന്താണ് അതിൻ്റെ അർത്ഥം? ഉത്തരം എഴുതേണ്ടത് അർത്ഥമാണ്. കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതാണ് ഉത്തരം. കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഉദൂനി അസ്തജിബ് ലക്കും. അതിൻ്റെ അർത്ഥം എന്നോട് നിങ്ങൾ ചോദിക്കുക, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഉദൂനി അസ്തജിബ് ലക്കും അല്ലാഹു തആല പറഞ്ഞതാണിത് അല്ലേ. ഉത്തരം എന്താ എഴുതേണ്ടത്? എന്നോട് നിങ്ങൾ ചോദിക്കുക, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അതാണ് അതിൻ്റെ ആൻസർ. 3ാമത്തെ ക്വസ്റ്റ്യൻ, തക്സിർന ലന വ തക്ഫുർനൽ അഷീറ. അതിൻ്റെ ഉത്തരം നിങ്ങൾ ശാപം അധികരിപ്പിക്കുകയും ഭർത്താവ് ചെയ്തു തന്ന ഗുണം നിഷേധിക്കുകയും ചെയ്യും. അവസാനത്തെ പാഠം അൽ ഇസ്തിഗ്ഫാർ എന്നുള്ള പാഠത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ശാപം അധികരിപ്പിക്കുകയും ഭർത്താവ് ചെയ്തു തന്ന ഗുണം നിഷേധിക്കുകയും ചെയ്യും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുന്നു. 7ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.